ഒന്ന് yes, continue. നമ്മളവിടെ കണ്ടിന്യൂ ചെയ്യാണ് നേരത്തെ ബാലൻസ് കണ്ടിന്യൂ ഫ്രം ഹിയർ. So requisition from the franchisee other than ഈ 7.5 lakhs അപ്പുറത്ത് നമ്മുടെ റിക്വസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് 400 to 600 സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിംഗ് ഏരിയ ആണ്. റെന്റഡ് ഓൺഡ് ആവാം. അത് മെയിൻ റോഡ് സൈഡ് തന്നെ വേണമെന്നില്ല. ഒരല്പം തരം റൂറൽ ഏരിയയിലാണ് നമുക്ക് കൂടുതലും ബിസിനസ്സുകൾ വരുന്നത്. അതാണ് കമ്പയർഡ് ടു ടൗൺ ഏരിയ. റൂറൽ ഏരിയയിലാണ് കുറച്ചുകൂടെ ബിസിനസ് വരുന്നത്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഫിനിഷിംഗ് ലൈക്ക് പെയിന്റിംഗ് അതിന്റെ ഡിസൈൻസ് എല്ലാം TMC കൊടുത്തരും. പക്ഷെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ പെയിന്റിങ്സ് ചെയ്യുന്നത് ഫ്രാഞ്ചൈസി ആണ്. സെയിം LED സൈൻ ബോർഡ്സിന്റെ കോസ്റ്റ് ചെയ്യുന്നത് ഫ്രാഞ്ചൈസിന്റെ ആണ്. ഡിസൈൻ കാര്യങ്ങൾ തരുന്നത് TMC ആയിരിക്കും. വൈഫൈ കണക്ടിവിറ്റി ഇസ് എ മസ്റ്റ് ബിക്കോസ് ഓൺലൈൻ ബില്ലിംഗ് ആണ് വരുന്നത്. നിങ്ങൾ CCTV എപ്പോഴും ഓപ്ഷനിലാണെങ്കിൽ പോലും അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈവൻ നിങ്ങൾ റിമോട്ടിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ലോക്കൽ അതോറിറ്റി ലൈസൻസ് ആൻഡ് പഞ്ചായത്ത് ലൈസൻസോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലൈസൻസ് അങ്ങനത്തെ വരുന്നത്, പിന്നെ വാട്ടർ കണക്ഷൻ, ഇതെല്ലാം ചെയ്യുന്നത് ഫ്രാഞ്ചൈസി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലിപ്പോ ഒരു അപ്രോക്സിമേറ്റ്ലി കോസ്റ്റ് 7.5 lakhs ആണ് നിങ്ങൾ TMCക്ക് കൊടുക്കുന്നതെങ്കിലും നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 9 lakhsന്റെ അടുത്ത് വരും. ചിലപ്പോൾ മോർ. അപ്പോൾ നമ്മളൊരു ബാങ്ക് റിക്വസ്റ്റ്, ബാങ്ക് ലോൺസ് അപ്രോച്ച് ചെയ്യുന്നവർക്ക് നമ്മളൊരു കംപ്ലീറ്റ് പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് 3 year ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് അടക്കം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നമ്മളത് തരുന്നതാണ്. സോ നിങ്ങൾ അതൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ഉടനെ തന്നെ നമ്മളത് തരും. സോ ഏത് ബാങ്കിൽ അപ്രോച്ച് ചെയ്താലും അത് നിങ്ങൾക്ക് കിട്ടാനുള്ള സൗകര്യം. കാരണം ഇറ്റ്സ് എ വെരി ക്ലിയർ ബിസിനസ്. റിയൽ ആയിട്ടുള്ള പർച്ചേസ് വരുന്നുണ്ട് ഇതില്, ഈ പ്രൊജക്റ്റില്. സോ നിങ്ങൾ ആ ഒരു പ്രൊജക്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള സ്കീംസ് അവൈലബിൾ ആണ്. മുദ്ര ലോൺ അല്ലെങ്കിൽ അങ്ങനത്തെ പല രീതിയിലുള്ള ലോൺസ് ആണ്. സോ ബേസ്ഡ് ഓൺ യുവർ ഡീലിംഗ് വിത്ത് ദ ബാങ്ക് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫ്രാഞ്ചൈസി അപ്പോയിന്റ്മെന്റ് പ്രോസസ് ആണ്. ഇതിനെ കുറച്ചുകൂടെ ഗ്രാഫിക്കലി ഞാൻ ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഇനീഷ്യലി അവർ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെൻ യു ഫൈൻഡ് എ പ്ലേസ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുക. വി ഹാവ് എൻ അപ്ലിക്കേഷൻ പ്രോസസ്. അത് ചെയ്ത് ഫ്രാഞ്ചൈസി ഫീ ഡെപ്പോസിറ്റ് ചെയ്യാം. സോ വൺസ് യു ഫ്രാഞ്ചൈസി ഫീ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്യും. സൈറ്റ് വിസിറ്റ് മാർക്കറ്റിംഗിന്റെ ആവശ്യകതയെ കുറിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അതേപോലെ നമ്മുടെ സൈറ്റ് ലൊക്കേഷനിൽ ചെയ്യേണ്ടതായിട്ടുള്ള സിവിൽ വർക്കുകൾ, അതേപോലെ തന്നെ ഷോക്കേസിന്റെ വർക്കുകൾ, ഇതിനെ കുറിച്ചുള്ള ഞങ്ങൾ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യും. ദെൻ വി വിൽ ഗോ ഫോർ ദ ഫൈനൽ പേയ്മെന്റ്. ഫൈനൽ പേയ്മെന്റ് ചെയ്ത ഒരു 1 or 2 weeksനുള്ളിൽ തന്നെ നിങ്ങളുടെ സൈറ്റ് റെഡി ആവും. ആ നിമിഷത്തിൽ നമുക്ക് മെറ്റീരിയൽ സപ്ലൈ ആൻഡ് ഇൻസ്റ്റലേഷൻ തുടങ്ങും. തന്നെ സംസാരിച്ചിരുന്നു. ഇതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹൈടെക് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ തരുന്നുണ്ട് വർക്ക്ഷോപ്പിലേക്ക് ആവശ്യമായ. ദെൻ റിക്രൂട്ട്മെന്റ് മാൻ പവർ ട്രെയിനിങ്. റിക്രൂട്ട്മെന്റ് മാൻ പവർ ബേസിക്കലി നിങ്ങളുടെ ഏത് ലോക്കൽ ഏരിയയാണോ ആ ഏരിയയിൽ തന്നെയാണ് നമ്മൾ കൂടുതലും സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്ങും പ്രൊവൈഡഡ് ബൈ TMC ആയിരിക്കും. ഫ്രീക്വന്റ് റെഗുലർ ഇന്റർവെൽസ് വരുന്ന ട്രെയിനിങ് വേറെ ഉണ്ട്. ദിസ് ഇസ് ഇനീഷ്യൽ ആവശ്യമായിട്ടുള്ളത്. കംപ്ലീറ്റ് ഡോക്യുമെന്റ് അപ്രൂവൽ ലോക്കൽ അതോറിറ്റിയിൽ നിന്നും, അതല്ലാതെ ബൈക്കറിന്റെ ഭാഗത്തുള്ള എല്ലാ ഡോക്യുമെന്റേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം വി വിൽ ഗോ ഫോർ ഇനാഗ്രേഷൻ. ഷോപ്പ് ഓപ്പൺ ചെയ്ത പ്രോസസ്സിലേക്ക് നമ്മൾ നീങ്ങും. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഇതൊരു ഞാൻ പറഞ്ഞ പോലെ പ്രൈവറ്റ് ലിമിറ്റഡ് ഫേം ആണ്. അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. ദിസ് ഈസ് അവർ ഇൻവെസ്റ്റ്മെന്റ് ബ്രേക്കപ്പ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 7.5 lakhs എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് മെയിൻ ആയിട്ട് വരുന്നതാണ്. സ്റ്റോക്ക്, സ്പെയർസ്, ഹെൽമെറ്റ് ആൻഡ് ആക്സസറി ആയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 4,50,000 ടോട്ടൽ സ്റ്റോക്ക് തരുന്നുണ്ട്. ഈ സ്റ്റോക്ക് തരുന്നത് നിങ്ങൾക്ക് തരുന്നത് ഇതൊരു ഹോൾസെയിൽ പ്രൈസിലാണ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത്. സോ ഇതിന്റെ ഒരു പ്രോഫിറ്റ് റേഞ്ച് എന്ന് പറയുന്നത് 40 to 50 അല്ലെങ്കിൽ 50 to 60 വരെയൊക്കെ പ്രോഫിറ്റ് കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് തരുന്നത്. ഹെൽമെറ്റിലാവുമ്പോൾ ഒരു 30 to 40 റേഞ്ചിലായിരിക്കും വരിക. സ്പെയർസ് ആൻഡ് ആക്സസറീസ് വിൽ ഹാവ് 50 to 60% മാർജിനിലാണ് തരുന്നത്. മെയിൻലി നിങ്ങൾ ഇത് ഹോൾസെയിലിൽ കൂടെ ചെയ്യുന്നുണ്ട്. സോ ഇതേ സാധനം നിങ്ങൾ ഹോൾസെയിലിൽ ചെയ്യുമ്പോൾ 20% പ്രോഫിറ്റ് ആയിരിക്കും വരിക. അതൊരു മെക്കാനിക്കിന് കൊടുക്കുമ്പോൾ 40% കിട്ടും. സെയിം നിങ്ങൾ ഓൺ യൂസ് നിങ്ങളുടെ മെക്കാനിക്കൽ ഷോപ്പിൽ അത് യൂസ് ചെയ്യുമ്പോൾ 60 മുതൽ 80 വരെ. ചില പ്രൊഡക്റ്റുകൾക്ക് 100% വരെ പ്രോഫിറ്റ് എടുക്കുന്ന പ്രൊഡക്റ്റുകളുണ്ട്, ഡയറക്ട്ലി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ. ഓക്കെ,
ദെൻ നമ്മളൊരു 2 lakhs വരുന്ന ടൂൾസ്, റാംസ്, എക്യുപ്മെന്റ്, ഹൈടെക് വർക്ക്ഷോപ്പിന് ആവശ്യമായ എല്ലാ സ്പെഷ്യൽ ടൂൾസ്, കമ്പ്യൂട്ടേഴ്സ്, സോഫ്റ്റ്വെയർ, ഇത് കംപ്ലീറ്റ്ലി ട്രെയിനിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്രോക്സിമേറ്റ്ലി 2 lakhs വരുന്നത്. നമ്മൾ പറയുന്ന ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 1.5 lakhs ഒക്കെ കോസ്റ്റ് വരുന്ന കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ERP സിസ്റ്റം ആണ്. ഇതിൽ ഇൻവെന്ററി, സ്റ്റോക്ക്, ക്യാഷ് ഫ്ലോ എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇത് നമുക്ക് വളരെ തുച്ഛമായ ഒരു എമൗണ്ടിനാണ് നമ്മൾ ത്രൂ ഫ്രാഞ്ചൈസിയിലൂടെ നമ്മളത് കൊടുക്കുന്നത്. ഫ്രാഞ്ചൈസി ഫീ എന്നത് 50,000 ആണ്. നിങ്ങൾ പക്ഷേ ഒരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള അതേപോലുള്ള വർക്ക്ഷോപ്പ് ഫ്രാഞ്ചൈസികൾ നോക്കുകയാണെങ്കിൽ 7.5 lakhs ഒരു ചുമ്മാ മേടിക്കലും ₹1 ഐറ്റംസ് പോലും അവർ തരില്ല. ജസ്റ്റ് 2 എക്യുപ്മെന്റ്സ് മാത്രമാണ് തരുന്നത്. നമ്മൾ അങ്ങനെയല്ല. 4.5 lakhs വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 4.5 lakhs ഹോൾസെയിൽ ചെയ്യാനും റീറ്റെയിൽ ചെയ്യാനും ആവശ്യമായുള്ള എല്ലാ സ്പെയർസ്, ഹെൽമെറ്റ്, ആക്സസറി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. മാർക്കറ്റിംഗ് സപ്പോർട്ട് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻസ് 50,000 പറഞ്ഞു. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 2 to 3 months വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസിലാണ് നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓരോ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനും ബേസ്ഡ് ഓൺ അവിടുത്തെ സ്റ്റഡി നടത്തി അതനുസരിച്ചുള്ള. സോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വേണം, ഫുൾ ഡെഡിക്കേഷൻ വേണം. എന്നാൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മേക്കിംഗ് സെന്റർ ആക്കി നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റുള്ളൂ. ഫ്രാഞ്ചൈസി ഫീ ഇനീഷ്യലി നമ്മളിപ്പോൾ മേടിക്കുന്നത് 50,000 ആണ്. എനി ടൈം ഇറ്റ് ഗോയിങ് ടു ബി ഇൻക്രീസ്. അതിന്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് മൂവിംഗ് പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കിയുള്ള ഫുൾ സപ്പോർട്ട് TMC ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. സോ ഇഫ് യു കം ടു പാലക്കാട്, നമുക്ക് 3 വെയർ ഹൗസസ് ഉണ്ട്, മേജർ വെയർ ഹൗസ്. യു കം ടു കോയമ്പത്തൂർ, നമുക്ക് ഒറ്റ സിംഗിൾ വെയർ ഹൗസിന് 10,000 square feet വെയർ ഹൗസസ് ഉണ്ട്. സോ ഇവർക്ക് വേണ്ടി, നിങ്ങൾക്ക് ഉള്ള കേരളത്തിലും തമിഴ്നാട്ടിലുള്ള ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളാണ് ഇത്രയും സ്റ്റോക്ക് ചെയ്യുന്നത്. സോ ഞങ്ങൾക്ക് വരുന്ന ബേർഡൻ കൂടുതലാണ്. സോ ഇനീഷ്യലി 50,000 ആണെങ്കിലും ഗ്രാജുവലി അത് കൂടാൻ ചാൻസസ് ഉണ്ട്. നമുക്ക് ഇനീഷ്യലി ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 8 to 10 കോൺട്രാക്ട് ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. 2-3 ഫ്രാഞ്ചൈസി ഓൾറെഡി ഓപ്പൺ ആണ്. ലോക്ക്ഡൌൺ ആയതുകൊണ്ടാണ് കൂടുതൽ ഫ്രാഞ്ചൈസികൾ കൂടുതൽ പ്രോസസ്സിംഗ് നടക്കാത്തത്. ഇത് റവന്യൂ ആണ്. എങ്ങനെയാണ് നമ്മുടെ ഒരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ഏരിയയിൽ റവന്യൂ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് നോട്ടാണ്. സർവീസ്, ലുബ്രിക്കൻസ്, വണ്ടികളെ സർവീസ് ചെയ്യുന്നത്, ലുബ്രിക്കൻസ് ചെയ്യുന്നത്, സ്പെയർസ്, ആക്സറി സെയിൽ ചെയ്യുന്നത്, ലേബർ ചാർജസ്, മേജർ ജോബ്സ് ഒരു മന്ത്ലി കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്. സോ ഈ പ്രൊഡക്റ്റിലെല്ലാം ഒരു 30 to 40% മിനിമം പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം പ്രോഫിറ്റ് അല്ല, മിനിമം പ്രോഫിറ്റ്. ആൻഡ് ദ കാൽക്കുലേഷൻ ഫോർ ഹോൾസെയിൽ എന്ന് പറയുന്നത്, ഹോൾസെയിൽ നിങ്ങൾ കിട്ടുന്ന പ്രോഫിറ്റിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. ബിക്കോസ് എല്ലാവരും ഹോൾസെയിലേക്ക് അത് കടന്നു വരില്ല. ചിലർ ഹോൾസെയിൽ ചിലപ്പോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ചില റെസ്ട്രിക്ഷൻസ് കൊണ്ട് ചില ഏരിയകളിൽ ഹോൾസെയിൽ ആയെന്നൊന്നും വരില്ല. സോ അതുകൊണ്ട് നമ്മൾ റീറ്റെയിൽ മാത്രം ഇവിടെ കാൽക്കുലേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അങ്ങനെ റൺ ചെയ്യാൻ തന്നെ പെർ മന്ത് നമ്മളൊരു ഹോൾ ഇൻകം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു എക്സ്പെൻസ് എല്ലാം എക്സ്പെൻസ് കഴിഞ്ഞിട്ടുള്ള ഹോൾ ഇൻകം എന്ന് പറയുന്നത്, നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു 2 lakhs ഒക്കെ അടുത്താണ് നമുക്ക് നെറ്റ്. ഇതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൂടിയിട്ട് ഇൻഷുറൻസ് വരുന്ന എമൗണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്തില്ല. അതുപോലെ ഹോൾസെയിലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അപ്പൊ ഇതൊരു മന്ത്ലി എക്സ്പെൻസ് ആണ്. നമ്മുടെ ഒരു മന്ത്ലി എക്സ്പെൻസ് 1,17,000 വരെ മന്ത്ലി എക്സ്പെൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് പ്രോഫിറ്റ് ലൈസ് ബിറ്റ്വീൻ ഒരു 60,000 to 80,000 വരെ നെറ്റ് പ്രോഫിറ്റ് ഇടും. ഇത് നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം ഈ EMI നമ്മൾ ബേസ്ഡ് ഓൺ നിങ്ങൾ ബാങ്ക് ലോൺ എടുക്കുവാണെങ്കിൽ ആ EMIക്ക് പോകേണ്ട ഡെയിലി EMI ആണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. 10,000 rupees വെച്ച് മന്ത്ലി 30,000 EMI ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ജനറൽ എക്സ്പെൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. സാലറി നമുക്കൊരു 2 സർവീസ് ആളാണ് ഉണ്ടാവുക, അതിലേക്കുള്ള സാലറിയാണ് കാണിച്ചിരിക്കുന്നത്. റെന്റ് ഡെയിലി ഒരു 1,000 rupees 30,000 റെന്റ് എടുക്കുന്ന ഒരു രൂപത്തിലാണ് നമ്മുടെ കാൽക്കുലേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ഓണറിന്റെ സാലറി അല്ലെങ്കിൽ അവരുടെ ഇൻകം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല. അത് ഐദർ ഗോയിങ് ടു ബി EMI അല്ലെങ്കിൽ പ്രോഫിറ്റ് അഗെയിൻ. സോ 30,000 plus 80,000 ആണ് ടോട്ടൽ ആയിട്ട് നമ്മളെ ഇൻകം നമ്മൾ കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും ടൈമും കൂടെ സ്പെൻഡ് ചെയ്യുന്നുള്ള സാലറി ആയിട്ട് വേണമെങ്കിലും ഇതിലൊരു പാർട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. നമ്മുടെ ഓൾറെഡി റൺ ചെയ്തിട്ടുള്ള ബൈക്ക് ഫ്രാഞ്ചൈസിയുടെ പിക്ചേഴ്സ് ആണ്. നമ്മുടെ റാമ്പിന്റെ ഡീറ്റെയിൽസ് ആണ്, റാമ്പ് പിക്ചേഴ്സ്, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, നമ്മളെ ന്യൂമാറ്റിക് ടൂൾസ്, കംപ്ലീറ്റ് ന്യൂമാറ്റിക് ടൂൾസ്, പവർ ഗണ്ണ്, അതിന്റെ ടൂൾസ്, സ്പെഷ്യൽ ടൂൾസ്, ബോക്സ് ടൂള്, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത്. ഇത് ടൂൾസിന്റെ ട്രോളിയാണ് ഇത് കൊടുക്കുന്നുണ്ട്. ബാറ്ററി ചാർജർ വരുന്നുണ്ട്, ചെറിയൊരു ബാറ്ററി ചാർജർ സപ്പോർട്ടീവ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ന്യൂമാറ്റിക് ടൂളിന് വരുന്ന സപ്പോർട്ടായിട്ട് വരുന്നതാണ്. ഇതിലൊരു സെപ്പറേറ്റ് ഒരു എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനും അങ്ങനെ മറ്റുമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരുപാട് ടെക്നിക്കലി ഒന്നും നിങ്ങൾക്കൊന്നും നോളജബിൾ അല്ലെങ്കിലും നോർമൽ ഒരു നോളജബിൾ ആളായിട്ടുള്ള ആൾക്കാർക്ക് ഇത് റൺ ചെയ്യാൻ
പറ്റിയൊരു ബിസിനസ് ആണ്. ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ള എല്ലാവരും ടൂ വീലർ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഒരു നോളജും ഇല്ലാത്ത ആൾക്കാരാണ്. ഇത് നമ്മുടെ വെയർ ഹൗസസ് ആണ്. പാലക്കാടുള്ള കോയമ്പത്തൂരിലുള്ള വെയർ ഹൗസസിന്റെ പ്രൊഡക്റ്റിന്റെ സ്റ്റോറേജിന്റെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു റിയൽ ബിസിനസ് ആണ്. നമ്മൾ ഇതുവരെ കാണുന്ന MLM ബിസിനസ് പോലെയോ ഓൺലൈനിലൊക്കെ ഒരുപാട് MLM കേരളത്തിലെ ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനത്തെ ബിസിനസ്സുകൾ. അതുകൊണ്ടാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള പിക്ചേഴ്സ് കാണിച്ചത്. നമ്മുടെ സ്റ്റോക്കിൽ വരുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ തരാൻ പോകുന്ന ഡീറ്റെയിൽസ് ആണ്. അത് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഹെഡ് ഓഫീസ് ഗോഡൌൺ ഡീറ്റെയിൽസ് ആണ്. വി ഹാവ് 3 ഗോഡൌൺസ് ഇൻ പാലക്കാട് ആൻഡ് ഹെഡ് ഓഫീസ് ഇസ് ലൊക്കേറ്റഡ് ഇൻ പാലക്കാട്. ആഫ്റ്റർ ലോക്ക്ഡൌൺ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഫ്രാഞ്ചൈസികൾ കാണാം, അതേപോലെ നമ്മുടെ വെയർ ഹൗസസ് കാണാം. വി ക്യാൻ മീറ്റ് ആൻഡ് ഡിസ്കസ്. TMC ഓട്ടോമോട്ടീവ് ആണ് ഇതിന്റെ പ്രൈം പ്രൊമോട്ടേഴ്സ്. ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ജസ്റ്റ് യെസ്. What ബൈക്കർ ഫ്രാഞ്ചൈസിക്ക് ഒരു ആസ് എ ഇൻവെസ്റ്റർ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൂടി കണക്കിലെടുത്ത് എന്തൊക്കെ ഓഫർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? ഫ്രീഡം ഓഫർ ചെയ്യുന്നത്, ഒരു കംപ്ലീറ്റ് ബിസിനസ് ഫ്രീഡം ഓഫർ. നിങ്ങളിപ്പോൾ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ യു ക്യാൻ കമ്പയർ എന്തായിരിക്കും ഒരു ബൈക്കർ ഒരു ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്താൽ വിൽ ബി ഫ്രീ ഫ്രം അതർ വർക്ക്. ഈവൻ നിങ്ങൾ വീട്ടിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ടൂ വീലർ ഇൻഡസ്ട്രി വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. കഴിഞ്ഞ 1 ഇയർ എസ്പെഷ്യലി കോവിഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 100% ഗ്രോത്ത് ഒക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റില് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 3-4 ഇയേഴ്സ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇറ്റ്സ് എ ഗുഡ് ബിസിനസ്. ഈവൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ റൺ ചെയ്യുന്നതാണ് ഒരു ടൂ വീലർ സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി വി ആർ കോപ്പറേറ്റിംഗ് വിത്ത് മെനി ഏജൻസീസ് ലൈക്ക് നോർക്ക, അതുപോലുള്ള പല PMKY അങ്ങനെയുള്ളവരെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത് ക്രിയേറ്റിംഗ് എന്റർപ്രണേഴ്സ്, പുതിയ പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളതിൽ കൊണ്ടുവരുന്നുണ്ട്. ബി യുവർ ഓൺ ബോസ്. ഇത് നിങ്ങളുടെ തന്നെ സ്വന്തം സ്ഥാപനമാണ്, നിങ്ങളാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് യുവർ അറീന, യുവർ വേൾഡ് ആണത്. ഡെഫിനറ്റ്ലി ബൈക്കർ എന്നൊരു സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് തന്നെ നല്ലപോലെ ഇംപ്രൂവ് ആവും. പ്രത്യേകിച്ച് ഇപ്പൊ പറയുന്ന പോലെ ടൂ വീലർ ഇന്ത്യൻ ടൂ വീലർ സെഗ്മെന്റിൽ പ്രീമിയം സെഗ്മെന്റ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 to 3 lakhs വരുന്ന വണ്ടികളുടെ സെയിൽ ഭയങ്കരമായിട്ട് അപ്പായിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണോ നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ സിറ്റുവേഷൻസും നമ്മുടെ ഈ ബൈക്കർ ബിസിനസ് കംപ്ലീറ്റ് സ്ട്രാറ്റജി നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ കറന്റ് സിനാരിയോ ആണ്. This is our business contact numbers. You can call in these numbers any inquiry. എന്ത് ഇൻക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെടാം. 90-720-511 and 90-720-311. Thank you all for spending your time with us. ഞങ്ങൾക്ക് പലപ്പോഴും പല സമയങ്ങളിലും പല രീതിയിലുള്ള ഇഷ്യൂസ് വെബിനാർ കണ്ടക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. മെയിൻലി കണക്ഷൻ പ്രോബ്ലം, പവർ പ്രോബ്ലം, അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഞങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വി ഹാവ് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. നിങ്ങളുടെ ബാങ്കറായിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം നമ്മളായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന മുറയ്ക്ക് നമ്മൾ അതിനുള്ള ഡോക്യുമെന്റ് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും. ദെൻ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. വി ക്യാൻ ഡിസ്കസ്. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. എന്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാണ്. ഏത് രീതിയിലുള്ള സിറ്റുവേഷനിലും നമുക്കത് കോപ്പപ്പ് ചെയ്ത് നമ്മുടെ ഫ്രാഞ്ചൈസികൾ ഓരോ ഏരിയയിലും ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 100 ഫ്രാഞ്ചൈസിയാണ് ഞങ്ങൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ വർഷം കേരളത്തിൽ മാത്രം എക്സ്പെക്ട് ചെയ്യുന്നത് 100 ഫ്രാഞ്ചൈസിയാണ്. സോ ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. I hope you all can understand well. Any doubts, you can touch with us. Okay. Thank you very much.